അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല. കാലത്തിൽ ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല. കാലത്തിൽ ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല. കാലത്തിൽ ഈ ലോകത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല. ലോകത്തിൽ ഈ കാലത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല. കാലത്തിൽ ഈ ലോകത്തിൽ പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. ചെങ്കടലെന്നെ ചുറ്റുമ്പോൾ, ഓഹോ സങ്കടമാകും ചെങ്കടലെന്നെ ചുറ്റുമ്പോൾ, തൃക്കരമെന്നെ താങ്ങുന്നേ അക്കരെ എത്തിച്ചിടുന്നേ. തൃക്കരമെന്നെ താങ്ങുന്നേ അക്കരെ എത്തിച്ചിടുന്നേ. തൃക്കരമെന്നെ താങ്ങുന്നേ അക്കരെ എത്തിച്ചിടുന്നേ. തൃക്കരമെന്നെ താങ്ങുന്നേ അക്കരെ എത്തിച്ചിടുന്നേ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല. കാലത്തിൽ ഈ ലോകത്തിൽ നീ കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവമിറങ്ങി വരുന്നു. നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു. നീ കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവമിറങ്ങി വരുന്നു. നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ, ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ, ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. രോഗക്കിടക്ക മടക്കിയെടുത്തു, ശാപക്കിടക്ക ചുരുട്ടിയെടുത്തു. ജീവനിലേക്ക് നടന്നു പോകും നീ, ജീവനിലേക്ക് നടന്നു പോകും നീ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല. അന്ധന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു. ഇന്നേ വരെയും ലോകത്തിൽ കേട്ടു കേൾവിയില്ലാത്ത അതിശയവും ബലവും കാണുന്നു. ഇന്നേ വരെയും ലോകത്തിൽ കേട്ടു കേൾവിയില്ലാത്ത അതിശയവും ബലവും കാണുന്നു. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല. കാലത്തിൽ ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല. കാലത്തിൽ ഈ ലോകത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല. ലോകത്തിൽ ഈ കാലത്തിൽ
ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല എന്ന പരമ്പരയിലെ രോഗികളുടെ നാഥൻ എന്ന ഈ സൗഖ്യ ശുശ്രൂഷയിലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ലിഖിതത്തിൽ രോഗികളോട് വളരെ മനസ്സലിവും സ്നേഹവുമുള്ള കർത്താവായിട്ടാണ് യേശുവിനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. ഒരു ഉദാഹരണം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 5 മുതലുള്ള തിരുലിഖിതങ്ങളിലുണ്ട്. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവനെ സമീപിച്ച് കേണപേക്ഷിച്ചു, കർത്താവേ, എന്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനമായ വേദന സഹിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. സഹോദരങ്ങളെ, രോഗിയെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. എന്റെ ഒരു ഭൃത്യൻ വീട്ടിൽ രോഗിയായി കിടക്കുന്നു എന്ന് യേശുവിനെ അറിയിച്ചതേ ഉള്ളൂ. രോഗികളോട് മനസ്സലിവുള്ള യേശു പറയുകയാണ്, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അത്രമാത്രം രോഗികളോട് മനസ്സലിവുണ്ടായിരുന്ന കർത്താവാണ് ബൈബിളിലെ യേശു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതം, രോഗികളെ സുഖപ്പെടുത്താനുള്ള ശക്തി അവനിൽ ഉണ്ടായിരുന്നു. വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം, എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. യേശുവിന്റെ ശുശ്രൂഷ ജീവിതകാലത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനായിൽ അവൻ മനുഷ്യനായി അവതരിച്ച് നടന്നപ്പോൾ അനേകം രോഗികളെ സുഖപ്പെടുത്തിയതായി ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 16-ാം തിരുലിഖിതം, അന്ന് സായാഹ്നമായപ്പോൾ പിശാച് ബാധിതരും രോഗികളുമായ അനേകം പേരെ അവർ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വചനമയച്ച് പിശാചുകളെ പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. യേശു എല്ലാ രോഗികളെയും സുഖപ്പെടുത്തി എന്ന് തിരുലിഖിതത്തിൽ പറയുകയാണ്. എല്ലാ രോഗികളോടും മനസ്സിലുള്ളവനാണ് കർത്താവ്. ക്യാൻസർ രോഗമുള്ളവരാകട്ടെ, തളർവാദം പിടിപെട്ടവരാകട്ടെ, കുഷ്ഠരോഗം പിടിപെട്ടവരാകട്ടെ, മരണകരമായ വിധത്തിൽ ബ്രെയിൻ തകർന്നവരാകട്ടെ, അസ്ഥി തേയ്മാനം ഉള്ളവരാകട്ടെ, മഞ്ഞപ്പിത്തം ബാധിച്ചവരാകട്ടെ, ചികിത്സയില്ലാത്ത രോഗങ്ങളുള്ളവരാകട്ടെ, പകർച്ചവ്യാധി പിടിപെട്ടവരാകട്ടെ, എല്ലാ രോഗികളോടും മനസ്സലിവുള്ളവനാണ് ബൈബിളിലെ കർത്താവായ യേശു. ഒരുപക്ഷെ ഈ ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ട് തകർന്ന് അധ്വാനിച്ച് ക്ഷീണിച്ച് രോഗം പിടിച്ചൊരു ശരീരവുമായി ഇന്ന് ആരുമില്ലാതെ വേദനിക്കുന്ന അവസ്ഥയാകാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 28-ാം തിരുലിഖിതം, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആശ്വസിപ്പിക്കുന്ന കരമാണ് യേശുവിന്റെ കരം. സുഖപ്പെടുത്തുന്ന കരമാണ് യേശുവിന്റെ കരം. ഈ മണിക്കൂറിൽ ഇതാ സുഖപ്പെടുത്തുന്ന, ആശ്വസിപ്പിക്കുന്ന യേശുവിന്റെ അത്ഭുത കരം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഇടപെടാൻ പോവുകയാണ്. മകനെ, മകളെ, ഹൃദയം കൊണ്ട് യേശുവിനെ വിളിക്കുക, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക. ഈ സമയം ഈ ഒരു അത്ഭുതം കാണാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സകലരുടെ മേലും ദാനമായി വർഷിക്കപ്പെടാൻ ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് കരങ്ങൾ തുറന്ന് എളിമയോടെ ആത്മാവിന്റെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ, അത്ഭുതങ്ങളും രോഗശാന്തിയും
രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാ. സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാ. സ്ലീഹന്മാരിൽ നിറഞ്ഞു പോ പരിശുദ്ധാത്മാവേ ശക്തിയേകി നയിക്കണേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. സ്ലീഹന്മാരിൽ നിറഞ്ഞു പോ ആത്മാവേ ശക്തിയേകി നയിക്കണേ. Holy Spirit. നിറഞ്ഞു പോൽ ശക്തിയേകി നയിക്കണേ. ശക്തിയേ പാരിൽ നിറഞ്ഞു പോ ശക്തിയേകി നയിക്കണേ. പരിശുദ്ധാത്മാവായ ദൈവമേ, മുടന്തരും ഗർഭിണികളും ഈറ്റുനോവ് അനുഭവിക്കുന്നവരും തളർന്നവരും ക്യാൻസർ ബാധിച്ചവരും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരുമാകുന്ന ഈ പ്രിയപ്പെട്ട മക്കളുടെ മേൽ ഇപ്പോൾ കരുണ തോന്നി ഇടപെടണമേ. ഈ സമൂഹത്തിൽ അനേകം പേര് കാലങ്ങളായി പ്രാർത്ഥന ഉപേക്ഷിച്ചവരാണ്. വിശ്വാസത്തിന്റെ മേഖലകളിൽ മങ്ങലേറ്റവരാണ്. കൂദാശ ജീവിതം ഉപേക്ഷിച്ചവരാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദേവാലയത്തിൽ പ്രവേശിക്കാൻ പറ്റാത്തവണ്ണം ജീവിതത്തിൽ ദൈവിക കാര്യങ്ങൾ അകന്നു പോയവരായിരിക്കാം. പരിശുദ്ധാത്മാവേ, ആത്മീയ മണ്ഡലത്തിൽ മരവിച്ചവര്, ആത്മീയ മണ്ഡലത്തിൽ ഒരു 5 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാൻ പറ്റാത്തവര്, ഈ എളിയ മക്കളുടെ മേൽ ഇപ്പോൾ ഇടപെട്ട് ഹൃദയം തുറന്ന് ഈ മണിക്കൂറിൽ പ്രാർത്ഥിക്കുന്നവരാകാൻ ഇപ്പോൾ സഹായിക്കണമേ. പ്രാർത്ഥിക്കുന്നു. സ്ലീഹന്മാരിൽ നിറഞ്ഞു പോൽ ഹോളി സ്പിരിറ്റ് ശക്തിയേകി നയിക്കണേ. സഹായിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞു പോൽ ശക്തിയേകി നയിക്കണേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ബാലികാ ബാലന്മാരെ കരുണയോടെ സ്പർശിക്കണമേ. കൈക്കുഞ്ഞുങ്ങളെ അവിടുന്ന് തൊടണമേ. ഈ സമൂഹത്തിൽ രോഗത്തിന്റെ കഠിനമായ പീഡ അനുഭവിച്ച് ഹൃദയത്തിൽ ദുഃഖം, ഭാരം, നിരാശ, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത വിധം അടഞ്ഞുപോയ മനസ്സ്, അന്ധകാരാവൃതമായ സാഹചര്യങ്ങൾ, പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥ, ഇങ്ങനെ കല്ലിച്ചുപോയ ഹൃദയങ്ങള്, ഓരോ തരത്തിൽ വേദന അനുഭവിക്കുന്ന ഈ എളിയ മക്കളുടെ മേൽ ഇപ്പോൾ അവിടുന്ന് സ്പർശിച്ച് അത്ഭുതങ്ങളെ വിരിയിക്കണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞു പോൽ ശക്തിയേകി നയിക്കണേ. പ്രാർത്ഥിക്കുന്നു. സ്ലീഹന്മാരിൽ നിറഞ്ഞു പോൽ ശക്തിയേകി നയിക്കണേ. ഇപ്പോൾ ഓരോ മകനും ഓരോ മകളും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അല്പം ഒന്ന് കര ഉയർത്തി സാധിക്കുന്നത് പോലെ ഈ ടീമിനോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇത് സഭയുടെ ശുശ്രൂഷയാണ്. ഓ ദൈവമേ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ രോഗികളുടെ മേൽ അത്ഭുതകരമായി ഇടപെടണമേ കർത്താവേ. ഓ ദൈവമേ, ഇതിൽ വൈദികരുണ്ട്, സമർപ്പിതരുണ്ട്, വൈദിക വിദ്യാർത്ഥികളുണ്ട്, ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, യുവതിവാക്കന്മാരുണ്ട്, കൈക്കുഞ്ഞുങ്ങളുണ്ട്, ഗർഭസ്ഥ ശിശുക്കളുണ്ട്. ഓ ദൈവമേ, ഗർഭിണികളും ഈറ്റുനോവ് അനുഭവിക്കുന്നവരുമായ ഓരോരുത്തരെ കാണണമേ കർത്താവേ. ഇപ്പോൾ ആയിരിക്കുന്ന സകലരുടെ മേൽ അവിടുന്ന് സ്പർശിക്കണമേ. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ എളിയ ദാസനെയും ഈ ദാസനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ സഹിയോൻ ടീം അംഗങ്ങളെയും എല്ലാവരെയും പരിശുദ്ധാത്മാവേ ഇപ്പോൾ വലയം ചെയ്ത് അഭിഷേകം ചെയ്യണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞു പോൽ അത്ഭുതം ചെയ്യണമേ. സ്പർശിക്കണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞു പോൽ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞു പോൽ
അടഞ്ഞ ഹൃദയങ്ങളെ തുറക്കണമേ, ഹൃദയങ്ങളിൽ ഇടപെടണമേ. ഓ ആശുപത്രി കിടക്കലിലേക്ക് വരണമേ പരിശുദ്ധാത്മാവേ, രോഗക്കിടക്കയിലേക്ക് വരണമേ പരിശുദ്ധാത്മാവേ, ഓരോരുത്തരുടെ അരികിലേക്ക് വരണമേ, ഓരോരുത്തർ സമ്മേളിച്ചിരിക്കുന്ന ഇടങ്ങളിലേക്ക് വരണമേ, സ്വർഗത്തിന്റെ അനുഭവത്തിന്റെ മണിക്കൂറാക്കണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ. അഭിഷേകം നിറയട്ടെ, ദൈവിക സ്പർശങ്ങൾ ഉണ്ടാകട്ടെ, കൃപ നിറയട്ടെ, ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, മന്ദത മാറട്ടെ, മരവിപ്പ് മാറട്ടെ, ദൈവിക സ്പർശങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവായ യേശു തൻ്റെ പ്രബോധന കാലഘട്ടങ്ങളിൽ രോഗികളായ ഓരോരുത്തരോടും വളരെ സ്നേഹത്തോടെ ഇടപെട്ടു. സ്നാപക യോഹന്നാന് യേശുവിനെ കണ്ടപ്പോൾ ഇവനാണോ വരാനിരിക്കുന്നവൻ എന്ന് സംശയമുണ്ടായി. ഉടനെ തൻ്റെ ശിഷ്യന്മാരെ 2 പേരെ സ്നാപക യോഹന്നാൻ യേശുവിൻ്റെ അരികിലേക്ക് അയച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലാണ് നാം ഇത് കാണുന്നത്. ആ 2 ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. അവർ യേശുവിനോട് പറഞ്ഞു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് അന്വേഷിക്കാൻ യോഹന്നാൻ ഞങ്ങളെ നിന്റെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് അവർ യേശുവിനോട് പറഞ്ഞു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 22-ാം തിരുലിഖിതത്തിൽ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. ഇതാ കുരുടന്മാർ കാണുന്നു, ഇതാ മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. ഞാനാണ് വരാനിരിക്കുന്ന ദൈവപുത്രൻ, ഞാനായിരുന്നു വരാനിരുന്ന ദൈവപുത്രൻ, ഞാൻ ദൈവപുത്രൻ തന്നെയായ മിശിഹായാകുന്നു എന്നതിൻ്റെ അടയാളമായി യേശു സ്നാപക യോഹന്നാന് കൊടുത്തയക്കുന്ന അടയാളങ്ങൾ എന്താണ്? രോഗികളോട് മനസ്സലിവോടെ പ്രവർത്തിക്കുന്ന യേശുവിന്റെ ഇടപെടലുകളെ കുറിച്ചല്ലേ ലൂക്കായുടെ സുവിശേഷം 7:22 മുതൽ വാക്യങ്ങളിൽ കാണുന്നത്? കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. വലിയ വിടുതലും സൗഖ്യവും വാരി വിതറുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ മെഡിക്കൽ സയൻസ് നമ്മളെ കൈവിട്ടിരിക്കാം. ഇനി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോക്കോ, ഈ രോഗം സൗഖ്യപ്പെടുമോ എന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു വിട്ടിരുന്ന സാഹചര്യമാകാം. ഒരു പക്ഷേ ചികിത്സ ഫലിക്കാത്തൊരവസ്ഥയായിരിക്കാം. ചിലപ്പോൾ എന്താണ് രോഗം എന്നൊന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത വിധം നിഗൂഢമായ ചില രോഗപീഠകളാൽ വ്യസനിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാകാം കടന്നു പോകുന്നത്. ചിലപ്പോൾ നമ്മളൊരു പ്രത്യേക പ്രശ്നം ഇതാണ്, വീട്ടിൽ മാറി മാറി രോഗങ്ങൾ വരിക. ഒരു രോഗം വന്നു, കുറച്ച് കഴിഞ്ഞ് മാറുന്നു, വീണ്ടും രോഗം വരുന്നു, അങ്ങനെ ആവർത്തിച്ച് രോഗം വന്ന് ഒരു ബാധ പോലെ രോഗം കൂടിയ ഒരു അവസ്ഥയായിരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏത് അവസ്ഥയിലുള്ള ഒരു വ്യക്തിയാണെങ്കിലും ശരി, ആ രോഗാവസ്ഥ ഏറ്റെടുക്കാൻ രക്ഷിതാവായ യേശു ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും നമ്മുടെ രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീന നാട്ടിൽ യേശു മനുഷ്യനായി അവതരിച്ച കാലഘട്ടത്തിൽ മാത്രം നടന്ന സംഭവമായി ചിന്തിക്കരുത്. ഇന്നലെയും ഇന്നും എന്നും അവൻ ഒരേ ആൾ തന്നെയാണ്. ഇതാ ഏതാനും വ്യക്തികളുടെ അനുഭവങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. യേശുവെ നന്ദി, യേശുവെ സ്വസ്ത്രം. എൻ്റെ പേര് ജോസഫ്, ഭാര്യ ലൈസമ്മ, മൂത്ത മകൻ ജോബിന്. ഞങ്ങൾ കാസർഗോഡ് ജില്ലയിൽ കണ്ണിവയൽ ഇടവയിൽ നിന്ന് വരികയാണ്. ഏകദേശം ഒരു 5 മാസമായി ഈ ജോബിൻ്റെ കഴുത്തിൻ്റെ 2 സൈഡിലും ഒരു നീര് പോലെ വന്നു. ആദ്യം ഞങ്ങൾ അടുത്തുള്ള ഒരു ചെറിയ ആശുപത്രി കൊണ്ടുപോയപ്പം മുണ്ടുനീരാണെന്നും പറഞ്ഞ് അതിനെന്തോ ഒരാഴ്ചത്തെ ചികിത്സ നടത്തി.
അന്നേരം അവന് എന്നും പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പനിയുടെ ഗുളിക കൊടുക്കുമ്പോൾ മാത്രം പനി കുറയുകയും അവൻ്റെ ക്ഷീണിച്ചിര കുറയുകയും ചെയ്തിരുന്നു. എന്നിട്ട് ഇതിന് യാതൊരു മാറ്റവും വരാതെ വന്നപ്പോൾ ഞങ്ങൾ പിന്നെ അടുത്തുള്ള പയ്യന്നൂർ പിള്ളേരുടെ ഒരു നല്ല ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ഇതൊന്ന് സർജനെ കാണിക്കണം, സർജനെ കാണിച്ച് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സർജനെ കാണാനായിട്ട് പോയപ്പോൾ സർജൻ ആദ്യം ഒന്ന് ഇവിടുന്ന് കുത്തിയെടുത്ത് അയച്ചു, ഒരു മുഴയെന്ന് ഇച്ചിരി കുത്തിയെടുത്ത് അയച്ചപ്പം അത് ശരിക്കുള്ള റിപ്പോർട്ടിനായിട്ടില്ല, അതുകൊണ്ട് ബയോപ്സി തന്നെ ചെയ്യണമെന്നും പറഞ്ഞ് റിപ്പോർട്ട് തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ പയ്യന്നൂർ സഭയിൽ ആശുപത്രിയിൽ അഡ്മിറ്റായി. അവിടുന്ന് സർജന് അവിടെ വന്ന് ബയോപ്സിക്ക് എടുത്ത് അയച്ചു. 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നത്. 15 ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടുമ്പോൾ അവൻ്റെ 2 സൈഡിലെ മുഴ ക്യാൻസറിൻ്റെ ലക്ഷണമാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത് വളരെ വിഷമമായി. ഏതായാലും ദൈവത്തിൻ്റെ അടുത്ത് തന്നെ പോവുക, അല്ലാതെ എവിടെ പോയാലും ഇത്രയും കാര്യമായൊരു ചികിത്സ കിട്ടിയില്ലല്ലോ എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഒരു അളിയനുണ്ട് ഇവിടെ കോതമംഗലത്ത് താമസിക്കുന്നത്. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ ചോദിച്ചു, അളിയ ഇങ്ങനെയാണല്ലോ, യോബിൻ്റെ ആ മുഴ പരിശോധിച്ചപ്പം ചില കുഴപ്പമാണെന്നാണല്ലോ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞ് 5-8 ലക്ഷം രൂപ വരെ ചിലപ്പോൾ മുടക്കേണ്ടി വരും, ഇത് ശരിയാകണേൽ പിന്നെ പിള്ളേരായതുകൊണ്ടും തുടക്കത്തിലായതുകൊണ്ടും എല്ലാം തീർത്ത് മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അളിയൻ ഫോണിൽ കൂടെ പറഞ്ഞു, അളിയനൊന്നും പേടിക്കണ്ട, ഇത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം തന്നതാണ്. ഇന്നലെ അടിമാലിയിൽ ഇവിടെ അട്ടപ്പാടിയിലെ സേവക്കാൻ വട്ടേലച്ചൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൺവെൻഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും ആലോചിക്കേണ്ട, വേഗം പോരുക, വന്ന് കൺവെൻഷൻ കൂടുക. അത് കൂടിക്കഴിഞ്ഞാൽ ദൈവം അതിനുള്ള എല്ലാം ഒരുക്കി തരും, അവൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റിത്തരും. അതുകൊണ്ട് ഒന്നും ആലോചിക്കേണ്ട, നാളത്തിനൊന്നും വെക്കണ്ട, ഇന്ന് തന്നെ പോരാൻ പറഞ്ഞു. ഞങ്ങൾ അന്നേരം തന്നെ തീരുമാനിച്ചു, ഏതായാലും വൈകുന്നേരം പുറപ്പെടുക. അന്നേരം ശനിയാഴ്ചയായിരുന്നു. ശനിയാഴ്ചയാണ് അവിടെ കൺവെൻഷൻ ആരംഭിച്ചത്. രണ്ടാമത്തെ കൺവെൻഷൻ്റെ ദിവസം രാവിലെ തന്നെ വന്ന് 8:30 തന്നെ ധ്യാനകാലിൽ കയറാൻ സാധിച്ചു. അച്ഛൻ ഇവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സാരമില്ല, എല്ലാം ദൈവം സുഖപ്പെടുത്തിക്കോളും, കുഴപ്പമില്ല, ഈശോയോട് പ്രാർത്ഥിച്ചോളുക എന്നും പറഞ്ഞ് ഞങ്ങളെ കൺവെൻഷൻ വിട്ടു. ഞങ്ങൾ പിറ്റേ ദിവസത്തെ കൺവെൻഷൻ രോഗശാന്തി ശുശ്രൂഷ സമയത്ത് സേവക്കാൻ വട്ടേലച്ചൻ ഇങ്ങനെ പറയുന്നു, സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, കഴുത്തിൻ്റെ 2 സൈഡിലും ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ട് വന്ന ഒരു മകനെ കർത്താവ് സ്പർശിക്കുന്നു, അവൻ്റെ രോഗാണുക്കളെല്ലാം നിർവീര്യമായി പോകുന്നതായിട്ടാണ് കാണുന്നത് എന്ന് അച്ഛൻ പറഞ്ഞു. ഞങ്ങളത് അന്നേരം ഉറച്ച് വിശ്വസിക്കുകയും, എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട പിന്നെ ഇവന് ഇതുവരെ പനി ഉണ്ടായിട്ടില്ല. മറ്റെങ്കിൽ 2 നേരമെങ്കിലും ഗുളിക കഴിച്ചാലേ പനി എല്ലാ ദിവസവും മാറുണ്ടായിരുന്നുള്ളൂ. ആ രീതിയിൽ പനിയായിരുന്നു, ഭയങ്കര ക്ഷീണവും. അത് കഴിഞ്ഞ് ഞങ്ങൾ ധ്യാനം കഴിഞ്ഞിറങ്ങി തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ പോയി. രണ്ടാമതും ബയോപ്സിക്ക് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പം ഈ ആദ്യത്തെ റിപ്പോർട്ടും കൊണ്ടാണ് പോകുന്നത്. അന്നേരം അവർ അഡ്മിറ്റ് ആക്കാനും ചികിത്സിക്കാനുമുള്ള പ്ലാനാണ് ഇട്ടത്. അന്നേരം ഞാൻ പറഞ്ഞു, ഞങ്ങൾ ചികിത്സിക്കാൻ വേണ്ടി വന്നതല്ല, ഞങ്ങളിങ്ങനെ ഒരു ധ്യാനത്തിന് പോയായിരുന്നു. കൺവെൻഷൻ കൂടിയപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുകയും ചെയ്തു, അവൻ്റെ രോഗാണുക്കളെല്ലാം നിർവീര്യമായി പോയിരിക്കുന്നു. അച്ഛൻ പറഞ്ഞു, അതൊന്ന് പരിശോധിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണെന്ന് പറഞ്ഞു. എന്നാൽ പരിശോധിക്കെടുക്കാമെന്നും പറഞ്ഞ് അവിടെ അഡ്മിറ്റാക്കി. അന്ന് ഞങ്ങൾ ശനിയാഴ്ച ആയിരുന്നുകൊണ്ട് ഡോക്ടർക്ക് ഒത്തിരി തിരക്കുമായിരുന്നു. ഞായറാഴ്ച 2 ദിവസം അവിടെ കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് ബയോപ്സിക്ക് എടുത്തത്. തിങ്കളാഴ്ച ബയോപ്സിക്ക് എടുത്തിട്ട് അടുത്ത തിങ്കളാഴ്ച വരാനായിട്ടാണ് പറഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി. ഞങ്ങൾ പോയി അടുത്ത തിങ്കളാഴ്ച റിപ്പോർട്ടിന് വരുമ്പോൾ ആ റിപ്പോർട്ടിൽ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. ആ മുഴയെടുത്ത് പരിശോധിച്ചതിൽ മുഴയ്ക്കകത്ത് ചില പഴുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, രോഗത്തിൻ്റെ ഒരു ലക്ഷണവും ഇല്ല, ക്യാൻസറിൻ്റെതായ ഒരു രോഗാണുക്കളും അവൻ്റെ ശരീരത്തിലില്ല എന്നാണ് അത് ഡോക്ടർ പറഞ്ഞത്. ഹല്ലേലൂയ. 2 റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ക്യാൻസറിന്റെ അണുക്കൾ ഉണ്ടെന്ന് പറഞ്ഞ ബയോപ്സിയുടെ റിപ്പോർട്ട്. 2 ഇതാ അമല ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറിന്റെ രോഗാണുക്കളൊന്നും കാണാനില്ലെന്ന് പറഞ്ഞുള്ള റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. 2 റിപ്പോർട്ട് മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് ഇന്ന് ഈ കുടുംബം ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം വലിയ സന്തോഷത്തോടെ. ഹല്ലേലൂയ പാടിടാം യേശുവേ, വിശ്വാസത്തോടെ ഹല്ലേലൂയ പാടിടാം യേശുവെന്നും സ്തുതികൾക്കു യോഗ്യനവൻ, എല്ലാ മഹത്വവും യേശുവിന്. സ്തുതികൾക്കു യോഗ്യനവൻ, എല്ലാ മഹത്വവും യേശുവിന്, എല്ലാ മഹത്വവും യേശുവിന്. എൻ്റെ പേര് ലൂക്കോസ്, നിരപ്പിൽ കള്ളമലയിൽ നിന്ന് വരുന്നു. ലൂക്കോസ് ഏട്ടൻ കള്ളമലയിൽ നിന്നാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എനിക്ക് 1 വർഷം മുമ്പ് മൂത്രത്തിൽ തടസ്സവും ഭയങ്കര വേദനയും മുള്ളുമ്പം രക്തവും വരുമായിരുന്നു.
ഉടനെ മൂത്രമൊഴിക്കുമ്പോൾ രക്തം വരുന്ന ഒരു അസുഖം, ഭയങ്കരമായ കഠിനമായ വേദനയും വിഷമവും സഹിച്ച് എളിയ ദാസൻ എന്ത് ചെയ്ത്? ഞാൻ കാരിത്താസ് ആശുപത്രിയിൽ പോയി കോട്ടയത്തുള്ള കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് ഈ രോഗവുമായി പോയി. ഡോക്ടറെ ചെക്കപ്പ് കഴിഞ്ഞപ്പം പറഞ്ഞു എൻ്റെ മൂത്രസഞ്ചിയിൽ എന്തോ ഒന്ന് വളരുന്നുണ്ടെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് 8 ദിവസം കഴിഞ്ഞു. അന്നേക്കന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. ഒന്നേക്കന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് 8ാം ദിവസം റിസൾട്ട് കിട്ടി. അപ്പം ഡോക്ടർ പറഞ്ഞു എൻ്റെ മൂത്രസഞ്ചിയിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ദൈവമേ! അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇനി ചികിത്സ ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു ഞാൻ എന്നെക്കൊണ്ട് പരമാവധി ചെയ്യാവുന്ന ചെയ്യാം, പിന്നെ ദൈവത്തിൻ്റെ കയ്യിലാണ്, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഉടൻ തന്നെ എൻ്റെ ഭാര്യ അന്നേരം തന്നെ ശിവൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് 9 വെള്ളിയാഴ്ച ധ്യാനം കൂടി പ്രാർത്ഥിച്ചോളാവുന്നു. ഈ ചേട്ടന്റെ ഭാര്യ വളരെ വിശ്വാസവും ദൈവത്തിൽ മുറുകെ പിടിക്കുന്ന എളിയൊരു മകള്. അപ്പൊ തന്നെ ഈ വാർത്ത അറിഞ്ഞോണ്ടാ കുലുങ്ങിയില്ല. അതിൻ പ്രകാരം ഞങ്ങൾ 9 വെള്ളിയാഴ്ച ഇവിടെ വന്ന് 9 വെള്ളിയാഴ്ച തുടരെ ധ്യാനം കൂടുകയും 5 ദിവസം കിടന്നുള്ള ധ്യാനം കൂടി, 5 ദിവസത്തെ താമസമുള്ള ധ്യാനവും കൂടി, 9 വെള്ളിയാഴ്ച ധ്യാനവും കൂടി. എന്നിട്ട് അപ്പോഴത്തെ എൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറി. എങ്കിലും ഡോക്ടർ പറഞ്ഞതും പ്രകാരം ഞാൻ ഒരു ചെക്കപ്പിന് പോയി. 3 ദിവസത്തെ ചെക്കപ്പ് ഉണ്ടായിരുന്നു. ചെക്കപ്പ് ഒരു ദിവസമല്ല, കണ്ടിന്യൂസ് ആയിട്ട് അടുപ്പിച്ച് 3 ദിവസം അവിടെ കിടത്തി എല്ലാ വിധത്തിലും സംശയം തീരുന്ന വിധം ചെക്കപ്പ് നടത്തി. ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ക്യാൻസർ വന്നതിൻ്റെ യാതൊരു ലക്ഷണമോ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ഒരു പാട് പോലും ഇല്ലാതെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ക്യാൻസർ പോയെന്ന് മാത്രമല്ല ഓപ്പറേഷൻ ചെയ്തതിന് ഒരു പാട് പോലും കാണാനില്ലല്ലോ ഡോക്ടർ പറയാം. ഇത് വെറുതെ അല്ല ചേട്ടൻ എന്ന് പറയുന്നത്. അവിടെ ചെക്കപ്പ് നടത്തി ആ ചെക്കപ്പിന്റെ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് ഇന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ചേട്ടൻ ഇന്ന് ഇവിടെ ഈ ആദ്യ വെള്ളിയാഴ്ച ഈ 10,000 ജനങ്ങളുടെ മുമ്പിൽ യേശുവിന്റെ നാമത്തെ ഏറ്റു പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിയടിച്ച് സർവശക്തനായ യേശുവിനെ ആരാധിക്കട്ടെ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? ഓ, എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും ധരയിൽ. എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും ധരയിൽ. എൻ്റെ പേര് സീന. ഞാൻ പാലായിക്കടുത്ത് രാമപുരത്തു നിന്ന് വരുന്നു. എനിക്ക് വിട്ടുമാറാത്ത തലവേദനയായിരുന്നു. പല ഹോസ്പിറ്റലുകളിലും ചികിത്സിച്ചു, എന്നിട്ടൊന്നും ഭേദമായില്ല. അവസാനം വൈക്കത്തിനടുത്തുള്ള ചെമ്മനാഗിരിയിലെ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു തലയിലൊരു മുഴയാണ്, അത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, അല്പം വലുതാണ് എന്നൊക്കെ പറഞ്ഞു. അവിടെയുള്ള ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ MRI സ്കാനിങ് നടത്തിയിട്ട് പറഞ്ഞു തലയിലൊരു മുഴുത്ത മുഴയുണ്ട്, അത് ഓപ്പറേഷൻ നടത്തി തന്നെ കളയണം എന്ന് നിർദ്ദേശം കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അങ്ങനെ എന്നെ 8 ദിവസം അവിടെ കിടത്തി. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഇവിടേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ഒരാദ്യ വെള്ളിയാഴ്ച എന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് ഇവിടെ എത്തിച്ചേക്കാമെന്ന് അവർ തന്നെ നേരുകയും ചെയ്തു. അങ്ങനെ ഞാൻ 2010 ജനുവരി മാസം 1-ാം തീയതി ആദ്യ വെള്ളിയാഴ്ച ഇവിടെ എത്തുകയും പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ചെയ്തു. തുടർന്ന് ഞാൻ നേർന്നു 3 ആദ്യ വെള്ളിയാഴ്ച ഞാൻ ഇവിടെ വന്ന് അടുപ്പിച്ച് ആദ്യ വെള്ളിയാഴ്ച ധ്യാനം കൂടാമെന്നും സൗഖ്യം കിട്ടുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്താമെന്നും നേർന്നു. അങ്ങനെ 3-ാമത്തെ മാസം ആദ്യ വെള്ളിയാഴ്ച ആയപ്പം ഉച്ചയായപ്പം ഇവിടെ സ്തുതിപ്പിന്റെ സമയത്ത് പറഞ്ഞു തലയിൽ മുഴയുള്ള 2 പേരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. തലയിൽ മുഴയുള്ള 2 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നുവെന്ന് ഈ സഹോദരി 3-ാമത്തെ ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്തുതിപ്പിന്റെ സമയത്ത് ഇവിടെ അനൗൺസ് ചെയ്ത്. അപ്പോഴോ അതെനിക്കായിരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് എനിക്ക് 2 മാസത്തേന് ഇങ്ങോട്ട് വരുവാനായിട്ട് സാധിച്ചില്ല. അപ്പം വീണ്ടും തലവേദന കൂടുതലായിട്ട് എനിക്ക് അനുഭവപ്പെടുകയും വീണ്ടും ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മുഴ വളരുന്നുണ്ടോ എന്ന് സംശയമുണ്ട്, അങ്ങനെയാണെങ്കിൽ MRI സ്കാൻ ഒന്നുകൂടി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും MRI സ്കാൻ എടുത്തുകൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മുഴ ചുരുങ്ങിപ്പോയതായിട്ട് കാണുന്നു. വീണ്ടും MRI സ്കാനിങ് ചെയ്ത് നോക്കിയപ്പോൾ ആ മുഴ, നേരത്തെ ഉണ്ടായിരുന്ന മുഴുത്ത മുഴ ചുരുങ്ങിപ്പോയതായി ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ആ സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഈ ദൈവജനത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് രണ്ടും അവിടുന്ന് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ആ സർട്ടിഫിക്കറ്റാണ്. ഹല്ലേലൂയ.
നേരത്തെ MRI സ്കാൻ ചെയ്തപ്പോൾ തലയൊരു മുഴ, അത് ഓപ്പറേഷൻ ചെയ്യാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞ് അതിന് നിർദ്ദേശം കൊടുത്ത് വിട്ടു. ഈ സഹോദരി സുഹൃത്തുക്കളുടെ പ്രേരണ പ്രകാരം 3 ആദ്യ വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥിച്ചു. 3ാമത്തെ ആദ്യ വെള്ളിയാഴ്ച സ്തുതിപ്പിന്റെ സമയത്ത് ഇതാ തലയിൽ മുഴയുള്ള 2 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നെന്ന് പറഞ്ഞു. ഈ സഹോദരി അത് വിശ്വാസത്തോടെ സ്വീകരിച്ചു. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. ഞാൻ സെന്റ് തോമസ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. എനിക്ക് ഏതാണ്ട് 1.5 വർഷമായിട്ട് ചുമയായിരുന്നു. ഞാൻ പല ഡോക്ടർമാരെയും മാറി മാറി കാണിച്ചു. ആർക്കും എൻ്റെ രോഗം നിർണ്ണയിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ കക്ഷത്തിൽ ഒരു മുഴ കണ്ടു. അത് ഓരോ മാസം ചെല്ലുന്തോറും ഓരോന്ന് കൂടി വരികയായിരുന്നു. പക്ഷെ ഞാനതൊന്നും ഡോക്ടറോട് പറഞ്ഞില്ല. അങ്ങനെ ഈ ചുമ തന്നെയാണ് എല്ലാവരോടും പറയുന്നത്. ചുമച്ചിട്ട് എനിക്ക് ക്ലാസ് എടുക്കാനൊന്നും സാധിക്കാറില്ല, ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോരാറുണ്ട്. ചിലപ്പോൾ ഞാൻ ചുമച്ച് അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ ഒരു ഡോക്ടറെ ഞാൻ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ കുറച്ച് 2 മുഴ എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഉടനടി പറഞ്ഞു, എന്തായാലും സാറ് ചെസ്റ്റ് മുഴുവനൊന്ന് ഫുൾ CT സ്കാൻ ചെയ്യ്, അത് കഴിഞ്ഞ് വന്നിട്ട് എന്നെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ CT സ്കാൻ ചെയ്തു. അപ്പോൾ എന്നോട് ഡോക്ടറെ കംപ്ലീറ്റ് പറഞ്ഞില്ലെങ്കിലും ഞാൻ CT സ്കാൻ വായിച്ചപ്പോൾ എന്തോ തകരാറ് എനിക്ക് ലങ്സിന് ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് പറഞ്ഞു, ഇനി ബയോപ്സി ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെക്കേഷനായിരുന്നു, May 21